ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് മഹാ എപ്പിസോഡായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് പലതരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ടാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ആ ദുർഗയുടെ മാറ്റം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. മഹാലക്ഷ്മി കാണാനായിട്ട് മോഹിനി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അവിടെ വരുന്ന സമയത്ത് തന്നെ ഓരോരുത്തരുടെ മാറ്റം പറയുകയാണ്. പ്രത്യേകിച്ച് കോടതിയിലാണെങ്കിൽ ഒരുപാട് പണം കെട്ടിവെക്കേണ്ടതുണ്ട്. കേസ് പറഞ്ഞാൽ തന്നെ ഒരുപാട് പണം അവിടെ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടിയും വരും. കരുണയും ബാക്കി ആ മുത്തശ്ശിയെല്ലാം ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണെന്നൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. എന്തായാലും ആ ഒരു ഭയം അവരുടെ മനസ്സിലിരിക്കട്ടെ എന്ന് മഹാലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട്. അതിനിടയ്ക്കാണ് കരുണ വന്നതും മാപ്പ് പറഞ്ഞ കാര്യമെല്ലാം ലക്ഷ്മി അറിയിക്കുന്നത്. പെട്ടെന്നൊന്നും അവരെ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് അമ്മയും ഉറച്ചു പറയുന്നുമുണ്ട്. ഇതിനിടയ്ക്ക് ദുർഗയ്ക്ക് ഒരുപാട് മാറ്റം വന്നതായിട്ട് അറിഞ്ഞു എന്നൊക്കെ ഈ മഹാലക്ഷ്മി അറിയിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ അവർ മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്നൊക്കെ പറയുന്നു. ഇനിയിപ്പോൾ ഒരു അടിയോ വഴക്കോ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ പോകുന്നത് നല്ലതെന്നൊക്കെ അവരെല്ലാവരും കൂടെ തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ കരുണയാണെങ്കിൽ എത്രയും വേഗം തന്നെ ഉണ്ണിയുടെ അടുക്കിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അവളുടെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ ജയിലിലാണല്ലോ. പിന്നെ അവിടെ ആരുമില്ല, മുത്തശ്ശിയാണുള്ളത്. മുത്തശ്ശിക്ക് എപ്പോഴാണ് വയ്യായിക വരാ എന്നൊന്നും പറയാനും പറ്റില്ല. അതുമാത്രമല്ല, അവർക്കാണെങ്കിൽ ഇപ്പോൾ എത്രയും വേഗം തന്നെ കരുണെ കമലേശ്വരം തറവാട്ടിലേക്ക് എത്തിക്കണമെന്ന് വലിയ നിർബന്ധമുണ്ട്. അതിനാണെങ്കിൽ ഉണ്ണി ഒരുപാട് നിബന്ധനകൾ വെച്ചിരുന്നു. അതായത് അവരുടെ വീടും പറമ്പും എല്ലാം എഴുതി കൊടുക്കണം, അതുപോലെ തന്നെ സ്വർണം. അങ്ങനെ ആ സ്വർണം എല്ലാം കൊണ്ടുവന്നിട്ട് മുത്തശ്ശി ഉണ്ണിയുടെ കാൽ കീഴ് വയ്ക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അത് പഴയ സ്വർണ്ണമാണ്. അപ്പോൾ ആ ഒരു സ്വർണത്തിന് ഒരുപാട് വിലയും മൂല്യങ്ങളും എല്ലാം ഉണ്ട്. സ്വർണം കാണുമ്പോൾ തന്നെ ഉണ്ണിയുടെ കണ്ണ് മഞ്ഞളിക്കുന്നുണ്ട് കേട്ടോ. സ്വർണവും മേടിച്ചിട്ട് കരുണ എത്രയും വേഗം തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് ഉണ്ണിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ. പക്ഷെ ദുർഗയ്ക്കാണെങ്കിൽ ഈ കരുണ ഇനി വീട്ടിലേക്ക് കയറ്റുന്നതിനോട് തീരെ താല്പര്യമില്ല. ദുർഗ രാവിലെ തന്നെ ഒരുങ്ങിയിട്ട് നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെയാണെങ്കിൽ ലക്ഷ്മിയുണ്ട്, കുഞ്ഞുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ അവരെ കാണുമ്പോൾ മഹാലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമാവുന്നു. ഇതുവരെ അസൂയയോടും കുശുമ്പോടും ദേഷ്യത്തോടുകൂടെ നോക്കിയിരുന്ന അമ്മയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. ചിരിക്കാൻ തന്നെ അവൾക്കൊരു പേടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ദുർഗ മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷത്തിലാണ് മോളെ എന്ന് വിളിക്കുന്നത്. അതാണെങ്കിൽ അവൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് മഹാലക്ഷ്മിക്ക് തോന്നുന്നുണ്ട്. മോളെ, ഞാൻ നിന്നോടും കണ്ണിനോടും ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്തു. പ്രത്യേകിച്ച് കണ്ണൻ മോനെ നോക്കാനാണ് മോൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ വീട്ടിലേക്ക് അമ്മയായിട്ട് കൊണ്ടുവന്നത്. പക്ഷേ ആ സമയത്തൊക്കെ ആ വാമദേവൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അയാളിനി ഒരിക്കലും പുറംലോകം കാണില്ല. അയാൾക്കൊന്നും കേസ് നടത്താനുള്ള ആ ഒരു ശേഷിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. ദുർഗ പറയുന്നുണ്ട്, അങ്ങനെയുള്ളവർക്ക് കിട്ടേണ്ടുന്ന ശിക്ഷ അതിനേക്കാളെല്ലാം വളരെയധികം ഭയാനകമായിട്ടുള്ള ശിക്ഷ തന്നെയായിരിക്കണം. ഇതുവരെ ചെയ്ത എല്ലാ തെറ്റിനും കൂടെ പ്രായശ്ചിത്തം ചെയ്യണം. കുഞ്ഞെവിടെ എന്നൊക്കെ ചോദിക്കുകയാണെ. ആ സമയത്ത് ദുർഗയ്ക്ക് മഹാലക്ഷ്മി കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നു. കുഞ്ഞിനെ എടുക്കുകയും ചെയ്യുന്നു. വളരെയധികം സ്നേഹത്തിൽ നോക്കുകയാണ്. കണ്ണൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അവരുടെ കുഞ്ഞു മകൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനോട് ഇപ്പോൾ വാത്സല്യത്തിൽ നോക്കുന്നുണ്ട്. ദുർഗയുടെ മനസ്സിലുള്ളത് എന്താണെന്നൊന്നും ആർക്കും വായിക്കാനായിട്ട് കഴിയില്ല. എന്നാലും അവർ മാറിയെന്ന് വേറെ ആരും വിശ്വസിക്കുന്നില്ലെങ്കിലും മഹാലക്ഷ്മി ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. മഹാലക്ഷ്മിക്ക് ആരെയും നെഗറ്റീവായിട്ട് കാണാനായിട്ട് കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ കരുണ തലേദിവസം വന്നപ്പോൾ കരുണയോട് പൊറുക്കേണ്ട യാതൊരുവിധ കാര്യമില്ലല്ലോ. എന്തായാലും ആ കരുണയ്ക്കാണെങ്കിൽ വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനാണെങ്കിൽ സമ്മതിച്ചിട്ടില്ല. കണ്ണമ്മോൻ്റെ സമ്മതമല്ലാതെ ഇനി അവളവിടെ വേണ്ട. അല്ലെങ്കിലും എനിക്ക് അവളോട് ഇപ്പോൾ വിരോധവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെന്ന് ഈ ദുർഗ പറയുകയാണ്. ഇതുവരെയാണെങ്കിൽ എല്ലാറ്റിനും സപ്പോർട്ട് ചെയ്ത് അവൾക്ക് കൂടെ നിന്നത് അവരാണ്. പക്ഷേ ഇപ്പോൾ അവർ ഒരുപാട് മാറിയെന്നൊക്കെ മഹാലക്ഷ്മിക്ക് മനസ്സിലാവുന്നു. ഒരുപാട് കടങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നേരെ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും പുതിയ വീട്ടിലേക്ക് പോവുകയാണ്. പുതിയ വീടെന്ന് പറഞ്ഞാൽ കണ്ണൻ മേടിച്ചു കൊടുത്ത വീട്. അത് മാർക്കോയുടെ കയ്യിലാണ് താക്കോല് കൊടുക്കുന്നത്. മാർക്കോ തന്നെ അതൊരു സർപ്രൈസായിട്ട് താക്കോല് കൊടുക്കുന്നുണ്ട്. പുതിയ വീട്ടിൽ സാഗറും മഞ്ജു ഉണ്ടല്ലോ. അവരെ കാണാനായിട്ട് എത്തുന്ന ദുർഗ കരഞ്ഞിട്ടാണ് പോയി നിൽക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചു. എന്തുകൊണ്ടും
നിനക്കിപ്പോൾ സാഗർ തന്നെയാണ് ചേരുന്നത്. സത്യം പറഞ്ഞാൽ വാമദേവൻ്റെ മകനാണല്ലോ മേഘൻ. അങ്ങനെ ഇപ്പോൾ ഞാൻ അറിഞ്ഞ സമയത്ത് നീ മേഘൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ മേഘനെയും സ്നേഹിക്കാൻ കഴിയില്ലായിരുന്നു. എന്തൊക്കെയായാലും ഇത് തന്നെയാണ് മോളെ നല്ലത്. മാപ്പൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുകയാണേ. പക്ഷെ മഞ്ജു ആണെങ്കിൽ വളരെയധികം സങ്കടത്തിൽ നിന്നിട്ട് പിന്നീട് ദേഷ്യത്തിലാവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ പൂങ്കണ്ണീര് വിശ്വസിക്കാൻ മാത്രം വണ്ടിയൊന്നുമല്ല അമ്മ. എനിക്ക് ആനയിച്ച് അകത്തേക്ക് കയറ്റാനും കഴിയില്ല. അമ്മയുടെ സ്വഭാവം ആരെക്കാളും കൂടുതൽ മനസ്സിലാക്കിയുള്ള അയാൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അതല്ല മോളെ, ഇതുവരെ എന്നെ ആ ഒരു തെറ്റിൻ്റെ രീതിയിലേക്ക് നയിച്ചുകൊണ്ടിരുന്നത് നിൻ്റെ അമ്മാവനായ വാമദേവനാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ടൊക്കെ തന്നെ മോള് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ സാഗറാണെങ്കിൽ അവരെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു മനസ്സിൽ അങ്ങോട്ട് നിൽക്കുന്നുമുണ്ട്. ഒന്നുമില്ലേലും മഞ്ജുവിൻ്റെ അമ്മയല്ലേ, പ്രത്യേകിച്ച് കമലേശ്വരം തറവാടിലെ കാരണവത്തി. അതുകൊണ്ടൊക്കെ തന്നെ സാഗറിനാണെങ്കിൽ അവരോട് പൊറുക്കാനായിട്ട് കഴിയുന്നുമുണ്ട്. കാരണം സാഗറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും വളരെ മോശമായിരുന്നല്ലോ. മഞ്ജു ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ സാഗറിനൊരു പുതിയ ജീവിതം കിട്ടുക പോലും ഇല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ ഓർത്തിട്ടായിരിക്കണം സാഗർ ക്ഷമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഞ്ജു അമ്മയെ വീട്ടിൽ കയറ്റാൻ കൂട്ടാക്കാതെ ഇങ്ങനെ നിൽക്കുന്നുമുണ്ട്. ദുർഗയാണെങ്കിൽ തൊഴിൽ കൈയോടുകൂടെ നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ണിയും കരുണയും കൂടെ വരികയാണ്. ഉണ്ണി പോയിട്ട് കരുണയെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് അവരുടെ കാറിനെ ഫോളോ ചെയ്ത് ഒരു ബൈക്ക് വരുന്നതായിട്ട് തോന്നുകയാണ്. അങ്ങനെ ഇടയ്ക്ക് കാർ നിർത്തുന്ന സമയത്ത് അത് ബ്ലോക്ക് ആക്കിയിട്ട് മാർക്കോയാണ് വരുന്നത്. അന്ന് മഹാലക്ഷ്മിയെ തള്ളിയിട്ട ആ ഒരു കടം ഇനിയും ബാക്കിയുണ്ട്. എന്നാലും കരുണ കമലേശ്വരത്ത് പോകുന്നതിന് മുൻപ് തന്നെ ഒരു താക്കീത് കൊടുക്കാമെന്ന് മാർക്കോയും കരുതി. മാർക്കോ വളരെയധികം ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട്, നിനക്ക് 2 തരണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറേ നാളായി. പക്ഷേ കണ്ണ സാറിനെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇതുവരെ മിണ്ടാതിരിക്കുന്നത്. പക്ഷെ ഇനി പറ്റില്ല. കാരണം നീ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുന്നത്. നീയും കൂടെ ഇവൾക്ക് സപ്പോർട്ടായിട്ടാണോ മഹാലക്ഷ്മിയെ ഇവൾ തള്ളിയിട്ടതെന്നും അറിയില്ല. ആ സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ണിക്ക് കരുണയോടാണ് ദേഷ്യം കൂടുന്നത്. മുത്തശ്ശി സ്വർണവും സ്വത്തും എല്ലാം എഴുതി കൊടുക്കുന്നുണ്ടെങ്കിലും ഇനി ആ കരുണയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഉണ്ണിയുടെ തീരുമാനം. ഇനി എങ്ങാനും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി നിന്നെ വച്ചേക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കരുണയെ നന്നായിട്ട് തന്നെ മാർക്കോ പേടിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയ ആ ഒരു സന്തോഷത്തിലും സമാധാനത്തിലാണ് നേരെ കമലേശ്വരത്തിൽ പോകുന്നത്. അവിടേക്ക് ചെല്ലുന്ന സമയത്ത് കണ്ണനുണ്ട്. കണ്ണനാണെങ്കിൽ ഈ കരുണയെ കാണുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യമാവാണ്. ഇവളെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇനി ഒരിക്കലും ഇവിടെ കയറ്റില്ല എന്ന് ഞാൻ തീരുമാനം എടുത്തതാണ്. പക്ഷെ അമ്മ ഇപ്പോൾ ഒരുപാട് മാറിയെന്ന് പറയുന്നു. പക്ഷെ എത്രത്തോളം അതിൽ സത്യമുണ്ടെന്നൊന്നും അറിയില്ല. എനിക്കറിയില്ല, എനിക്ക് എല്ലാവരെയും പഠിക്കാനുണ്ട്. പക്ഷേ ആർക്കും ഇവളോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മഹാലക്ഷ്മിക്ക് ക്ഷമിക്കാനായിട്ട് കഴിയും, അതും എനിക്കറിയാം. ആ സമയത്ത് ഉണ്ണി പറയുന്നൊരു കാര്യമുണ്ട്, അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നുള്ള കാര്യം. അത് കേട്ട് കണ്ണന് ദേഷ്യമാവാണ്. അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. കാരണം മഹാലക്ഷ്മി പ്രഗ്നൻ്റ് ആയ സമയത്താണ് കരുണ തള്ളിയിട്ടത്. അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഉണ്ണിയാണെങ്കിൽ കാല് പിടിക്കുന്നുമുണ്ട്. എന്തായാലും ഇനി മുതൽ കരുണയ്ക്ക് കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ്. ഈ അണിയറയിൽ കാണിച്ചിരിക്കുന്നത് പൊട്ടറ്റോ മെഴുക്ക് വരട്ടിയാണ്, വേറൊന്നുമില്ല. അതായത് ഈ പൊട്ടറ്റോ നന്നായിട്ട് ക്ലീൻ ചെയ്യുക, നന്നായിട്ട് വാഷ് ചെയ്യുക. ഉപ്പിട്ട് വാഷ് ചെയ്താൽ അതിൻ്റെ കുറച്ച് ഒരു ഒട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. പിന്നെ എണ്ണ ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് മെഴുക്ക് വരട്ടുക. പിന്നെ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു എരിക്ക് പച്ചമുളകോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതങ്ങോട്ട് സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ട് മെഴുക്കിയെടുക്കുക. ഇതാണെങ്കിൽ സ്കൂളിലാണെങ്കിൽ ലഞ്ചിന് കൊണ്ടുപോകാനായിട്ട് നന്നായിരിക്കും. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഇത്.